ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ പങ്കിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ അഭിഭാഷകനെ ദേവസ്വം സ്പെഷ്യൽ പ്യൂറായി നിയമിച്ചത് അങ്ങേയറ്റം സംശയാസ്പദമായ നടപടിയായിരുന്നു. സ്വർണ്ണക്കൊള്ള കേസ് അട്ടിമറിക്കാൻ അണിയറയിൽ നീക്കങ്ങൾ നടക്കുന്നുവെന്ന് സംശയിക്കേണ്ടതായിട്ടുണ്ട്. ഹൈക്കോടതി മേൽനോട്ടത്തിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ സ്മാർട്ട് ക്രിയേഷൻസിന് നൽകിയത് സ്വർണം പൂശിയ ചെമ്പുപാളികളാണ് എന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയതാണ്. അതുമായി ബന്ധപ്പെട്ടാണ് പങ്കജ് ഭണ്ഡാരി അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്തത്. പക്ഷേ ഈ സ്പെഷ്യൽ പ്യൂറായി നിയമിച്ച അഡ്വക്കേറ്റ് വാദിച്ച കാര്യം അവിടെ വെറും ചെമ്പുപാളിയാണ് നൽകിയത്, സ്വർണം പൂശിയ ചെമ്പുപാളിയല്ല, വെറും ചെമ്പുപാളിയാണ് നൽകിയത് എന്നായിരുന്നു അദ്ദേഹം കോടതിയിലും പുറത്തും പറഞ്ഞിരുന്നത്. അപ്പോൾ പ്രതികളുടെ താല്പര്യം ഉയർത്തിപ്പിടിക്കുന്ന അഭിഭാഷകനെ ദേവസ്വത്തിൻ്റെ പ്യൂറായി നിയമിക്കുകയാണ്. ഇതിൽ സാധാരണഗതിയിൽ സ്വീകരിക്കുന്ന നടപടിക്രമങ്ങളുണ്ട്. ഇത്തരം നിയമനങ്ങൾ സാധാരണ സ്വീകരിക്കുന്ന നടപടിക്രമം അനുസരിച്ചാണോ നടന്നിട്ടുള്ളത്? അതിൽ വലിയ സംശയങ്ങൾ ഇപ്പം തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. മന്ത്രിസഭയുടെ തീരുമാനമാണെന്ന് പറയുന്നുണ്ട്. മന്ത്രിസഭയുടെ റെഗുലർ അജണ്ടയുടെ ഭാഗമായിട്ട് വന്നതാണോ OA ആയിട്ട് വന്നതാണോ? അതൊരു പ്രശ്നമാണ്. ഇവിടെ സാധാരണഗതിയിൽ അഡ്വക്കേറ്റ് ജനറൽ ശുപാർശ ചെയ്ത് നിയമവകുപ്പ് കണ്ട് നിയമവകുപ്പ് മുഖ്യമന്ത്രിക്ക് കൊടുത്ത് മുഖ്യമന്ത്രി അംഗീകരിച്ച് മന്ത്രിസഭയിലേക്ക് പോവുകയാണ് ഉണ്ടാകുക. അങ്ങനെയാണ് മന്ത്രിസഭ ചർച്ച ചെയ്യുക. ഈ നടപടിക്രമങ്ങളൊക്കെ ഇവിടെ പാലിച്ചിട്ടുണ്ടോ? ഒരു ഭാഗം, ഒരു ധൃതി ഇതിൽ കണ്ടിട്ടുണ്ട്. എന്തിനായിരുന്നു ആ ധൃതി? അനാവശ്യ ധൃതി എന്തായിരുന്നു? അതിന് ഇടയാക്കിയത് എന്തായിരുന്നു? ഇപ്പോൾ രാജിവെച്ചതോടുകൂടി എല്ലാം അവസാനിച്ചു എന്ന നിലയ്ക്ക് ഇത് കാണാൻ പറ്റുമോ? ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തസ്തികയിലാണ് ഈ അഭിഭാഷകൻ നിയമിതനായത്. ദേവസ്വത്തിൻ്റെ പ്യൂറായി വന്നതോടുകൂടി ആ ഇരുന്ന ദിവസം, ആ ഇരുന്ന മണിക്കൂറുകൾ ഏതെല്ലാം കടലാസുകൾ അദ്ദേഹത്തിൻ്റെ കയ്യിലെത്തിയിട്ടുണ്ട്. അത് കേസുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനമാണ്. അപ്പോൾ കേസിൻ്റെ ദേവസ്വം വകുപ്പിൻ്റെ കയ്യിലുള്ള നിർണായകമായ വിവരങ്ങൾ മനസ്സിലാക്കാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? ഇത് ഗൗരവമായി അന്വേഷിക്കേണ്ട കാര്യമാണ്. അത് സംബന്ധിച്ച് അന്വേഷണം നടക്കണം. ഏതെങ്കിലും കടലാസുകൾ ആ അഡ്വക്കേറ്റിൻ്റെ കയ്യിലുണ്ടെങ്കിൽ സെർച്ച് ചെയ്തത് കണ്ടെത്തണം. അത് കണ്ടെത്തുകയും അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും വേണം. ഇപ്പോൾ രാജിവെച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം എല്ലാം അവസാനിക്കുന്നില്ല. ഇതെല്ലാം സംഭവിച്ചിട്ടുണ്ടോ ഇല്ലേ, അക്കാര്യത്തിൽ ഉറപ്പുവരുത്താനുള്ള ഫലപ്രദമായ അന്വേഷണം നടക്കേണ്ടതായിട്ടുണ്ട്.